എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ പൂജയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാവർക്കും സന്തോഷം കൊടുക്കണം. അതാണ് ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവർക്കും സന്തോഷം കൊടുക്കൂ, അതുപോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നുള്ളതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ, ശത്രു സംഹാര പൂജ, ഗണപതി പൂജ, ശനീശ്വര പൂജ എല്ലാം ഓരോ ദിവസം ഓരോ പൂജകൾ ചെയ്യുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇട്ടാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. പൂജയുടെ ഫലമായി എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും മാത്രം ഇട്ടാൽ മതി. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത്. അത് പ്രധാനപ്പെട്ട കാര്യം, ഗണപതി പൂജ നടക്കുകയാണ്. ഇന്നും നാളെയും എല്ലാം ഗണപതി പൂജയാണ്. തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മാത്രം മതി. ബുധനാഴ്ച ഗണപതി ഉത്സവമാണ്, ഭഗവാന്റെ വിനായക ചതുർത്ഥിയാണ്. ആ ചതുർത്ഥിക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജകൾ ചെയ്യുകയും ചെയ്യും. എല്ലാവരും തീർച്ചയായും ഒരു ഗണപതി അമ്പലത്തിൽ പോയി തേങ്ങയുടയ്ക്കണം. തേങ്ങയുടച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വരും. അതിനുവേണ്ടി നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു തേങ്ങ വെച്ചേക്കുക. ആ തേങ്ങ ബുധനാഴ്ച കൊണ്ട് ഉടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സർവ്വവിഘ്നങ്ങളും മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും എന്നുള്ളതിൽ ഒരു സംശയം. പൂർണ്ണമായ വിശ്വാസമാണ് ഭക്തിയിലായാലും വ്യക്തിയിലായാലും നമ്മൾ ഉണ്ടാകേണ്ടത്. അതുണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. സ്ഥിരമായ വിശ്വാസവും സങ്കല്പവും ഉണ്ടെങ്കിൽ മാത്രമേ വിജയം നമ്മളുടെ അടുത്തെത്തൂ. എല്ലാ കാര്യത്തിലും ഈശ്വരനിലായാലും അതുപോലെ തന്നെ പൂജയിലായാലും ഭക്തിയിലായാലും എല്ലാ കാര്യങ്ങളിലും ജ്യോതിഷത്തിലായാലും എല്ലാം പൂർണ്ണമായ ഒരു വ്യക്തിയെ വിശ്വസിക്കും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു. അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ജ്യോതിഷം. നമ്മുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഗണപതി ഭഗവാനാണ് സർവശക്തനായ ദൈവം. അദ്ദേഹത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റാൻ ഗണപതി ഭഗവാൻ പറയും. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഗണപതി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അദ്ദേഹത്തിന് വേണ്ടി പൂജ ചെയ്താൽ മാത്രമേ എല്ലാ വിഘ്നങ്ങളും മാറൂ. നിങ്ങൾക്കെല്ലാവർക്കും വിഘ്നങ്ങൾ മാറണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. അതിനുവേണ്ടി 3 ദിവസം പൂജകൾ നടക്കുന്നു. അതിൽ തീർച്ചയായും നിങ്ങൾക്ക് പങ്കാളിയാവാം. നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. കൂട്ടപ്രാർത്ഥനയിലാണ് എല്ലാ ഫലങ്ങളും ഉണ്ടാകുന്നത്. അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മൾ പൂജകളും ഹോമങ്ങളും നടത്തുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പേരും നാളും പറഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരു തേങ്ങ നിങ്ങളുടെ പൂജാമുറിയിൽ ഇന്നും നാളെയും വെച്ച് ബുധനാഴ്ച കൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ ഉടയ്ക്കും. നിങ്ങളുടെ ഏത് തടസ്സങ്ങളും മാറിക്കിട്ടും. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഓം ലക്ഷ്മി നാരായണ.